അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ ലോകത്തിലെ ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് പുന്നാര ഹബീബ് നമുക്കൊക്കെ വേണ്ടി ഒരുപാട് സഹിച്ച, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച പുന്നാര പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിലേക്ക് ഒന്ന് പോകണം. അവിടെ പോയിട്ട് അള്ളാഹിന്റെ ഹബീബിന്റെ അരികിൽ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊരു കൈകൾ നീട്ടി വിളിച്ചു പറയണം. ഇതൊക്കെയാണ് ഓരോ വിശ്വാസിയുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ വേണ്ടിയാണ് ഓരോ വിശ്വാസിയും ജീവിക്കുന്നുള്ളത്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തില് പുന്നാര ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരിക്കും ഒന്നാം സ്ഥാനം കൊടുക്കുന്നുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ യുഅ്മിനൂന അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലിദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും സ്വന്തത്തെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ വിശ്വാസിയല്ല, നിങ്ങളിൽ ഒരാൾ മുഅ്മിനല്ല എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുള്ളത്. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് പുന്നാര ഹബീബിനാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു ഇതാണ് മക്ക മദീന കാണണം എന്നുള്ളൊരു. നമ്മൾ ഈ മദ്രസയിലൊക്കെ ഈ സ്റ്റോറികളും ചരിത്രങ്ങളും കേൾക്കാന്നല്ലാതെ അതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കണ്ടപ്പോൾ എൻ്റെ ഫീലൊക്കെ വേറെയായി. അങ്ങനത്തെ ഒരു നമ്മളെ ജിദ്ദ അവിടേക്കൊക്കെ പോയിട്ട് ഇത് കാണുക, ഉംറ ചെയ്യുക, അത് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷമായിട്ട് ഞാൻ കൂട്ടി. എനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് വെച്ചാല് പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചു. അവിടെ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പുന്നാര ഹബീബിന്റെ അരികിൽ പോയിട്ട് പറയാൻ വേണ്ടി സാധിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. ഇദ്ദേഹത്തിന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പല ആളുകളും വിചാരിക്കും, പല ആളുകളും പറയും, ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്ക്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാകും, അപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുമെന്നാണ് പല ആളുകളും ചോദിക്കുന്നുള്ളത്. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ഒരാളുടെ തെറ്റുകളും മാത്രം നോക്കി നിൽക്കരുത്. തെറ്റുകൾ റബ്ബും അവനുമായിട്ടുള്ള കാര്യമാണ്. അത് തീരുമാനിക്കേണ്ട പടച്ച റബ്ബാണ്. പടച്ച റബ്ബ് നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. നമ്മൾ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിതത്തിൽ ലഭിച്ചതിൽ ഏറ്റവും വലിയ ഭാഗ്യം എടുത്തു പറയുമ്പോൾ അദ്ദേഹം ആദ്യം എണ്ണുന്നുള്ളത് പുന്നാര ഹബീബിന്റെ അരികിലേക്ക് പോയി എന്നുള്ളതാണ്. അള്ളാന്റെ ഹബീബിന്റെ മദീന കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഉംറ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. എനിക്കും എൻ്റെ ഹബീബിനെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസയിൽ പഠിക്കുന്ന സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് പുന്നാര ഹബീബിന്റെ ചരിത്രത്തെ കുറിച്ച്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്, മഹാനായ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്, മഹാനായ അലി റളിയല്ലാഹു, മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച്, മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ കുറിച്ച്, അവർ ജീവിച്ചതായ സ്ഥലങ്ങളെ കുറിച്ച്, അവർ അനുഭവിച്ചതായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാം കേട്ടിട്ടുണ്ട്, എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കണ്ടിട്ടില്ല. ഒരു വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം പുന്നാര ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇദ്ദേഹം പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ട് ആരെങ്കിലും അതിന് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഒരാളുടെ തെറ്റുകൾ മാത്രം കണ്ടുകൊണ്ട്, ഒരാളുടെ കുറവുകൾ മാത്രം കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന നന്മകളെ ഒരിക്കൽ നിസ്സാരമായി കാണുകയല്ല വേണ്ടത്. തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുക. പടച്ചറബ് പൊറുക്കും, അള്ളാഹു പൊറുക്കാതെ ഒരു കാര്യമില്ലല്ലോ. എന്നാൽ ഇവർ ചെയ്യുന്ന ഈ നന്മകൾ, ഇവർ പറയുന്ന നല്ലതായ വാക്കുകൾ കേട്ടുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും അതിന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും മാറ്റി പറയുകയാണ്. ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ടിരുന്ന, ഇസ്ലാമിനെ മോശമാക്കിക്കൊണ്ടിരുന്ന പല ഇൻഫ്ലുവൻസർമാരും ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബോധം വരുന്ന ഒരു കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, എനിക്ക് ലൈഫിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇത് കേൾക്കുമ്പോൾ പല ആളുകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഷോർട്സ് ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നുണ്ട്, നീ ഇതൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതിനു മുമ്പുള്ള വീഡിയോസുകളൊന്നും കണ്ടിട്ടില്ലേ, അവരുടെ ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നന്മകളെ എടുക്കുക. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ, ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ ഓരോ നന്മകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ജീവിതമാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിലേക്ക് പോകുവാൻ, അവിടെ പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നെടുത്തു പറയുവാൻ. ഇതുവരെ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി പടച്ചറബ്ബോട് ദുആ ചെയ്യുക. പടച്ചറബ്ബെ, മരിക്കുന്നതിന് മുമ്പ് പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഒന്ന് പോകണം,
മദീന മുനവ്വറയിലൊക്കെ ഒന്ന് പോകണം, ഹജ്ജും ഉംറയും ചെയ്യണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കൺകുളിർമയായി പുന്നാര ഹബീബിനെ നോക്കി വിളിച്ചു പറയണം. ഇതൊക്കെ ആയിരിക്കണം ഓരോ മനുഷ്യന്റെ ആഗ്രഹം. ഇതിനു വേണ്ടി ആയിരിക്കണം ഓരോ ദിവസവും റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.